അല്ലേ? അപ്പോൾ അസ്സലാമു അലൈക്കും. പോട്ടാ. തേങ്ങാപ്പാലിൽ ഒരു ലേശം ഒരു ഗ്ലാസ് പായസം അതെ, അവർക്കൊരു സന്തോഷം. ശർക്കരയാണ്. അതെ, പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ പായസം കുടിച്ചുമ്പോഴേ പാവല്ലേ അമ്മാക്കില്ലാഞ്ഞാല്. നല്ല കാര്യം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് അല്ലേ? ഈദ് മുബാറക്. അപ്പൊ നമ്മളിന്ന് ചെറിയ പെരുന്നാളാണ്. നമ്മുടെ പ്രവാസികളൊക്കെ ഒരുപാട് വിഷമത്തിലാണ്. എങ്കിലും കൂടിയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇതാ ജസ്റ്റ് പള്ളിയിൽ പോകാൻ വേണ്ടി പെരുന്നാൾ ഖുത്ബക്ക് പോകാൻ വേണ്ടി നിൽക്കണേ. മാളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. അവിടെ അടുക്കളയിൽ കിടന്നിട്ട് കഷ്ടപ്പെടുകയാണ്. ഇതാ സുന്ദരക്കുട്ടീനെ കണ്ടില്ല, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പള്ളിയിൽ പോയിട്ടാ, എവള് പള്ളിയിൽ പോയിട്ടില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പൊ ഒരുപാട് നമ്മൾ കൂടുതലൊന്നും ഇല്ലെങ്കിലും നമ്മുടേതായ ഭക്ഷണ കാര്യങ്ങൾ, ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയുണ്ടെന്ന്, എവിടെയൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ഉപ്പാന്റെ, അതുപോലെ തന്നെ മാളുവിന്റെ വല്യപ്പാന്റെ, അതുപോലെ എന്റെ വലിയൊരു അള്ളയും മരിച്ചുപോയി, നമ്മളെ പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ, ആമീൻ. അപ്പൊ അവരൊക്കെ ഖബർസ്ഥാനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സിയാർത്ത് ചെയ്യാണ്ട്, അതുപോലെ തന്നെ പെങ്ങളെ വീട്ടിൽ പോകാണ്ട് ഒന്ന് പറഞ്ഞാണ് നിങ്ങളെ പറഞ്ഞാണ് സർപ്രൈസ് കളഞ്ഞ എന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളായിട്ട് ഈ വീഡിയോയിലൂടെ കാണിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പൊ പോവാം നമുക്ക് വീഡിയോയിലേക്ക്. കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ഈദ്ക്കായം വേണ്ടി ഇറങ്ങുകയാണ്. അപ്പൊ പിന്നെ ഇട്ടമ്മ ഞങ്ങൾ പെരുന്നാസ്കാരം കുതുബ എനിക്ക് വരാം. ഇൻഷാ അല്ലാഹ് മുത്തൊക്കെ പോയിക്കണേ അല്ലേ? അപ്പോ അസ്സലാമു അലൈക്കും. പോട്ടാ, ഇയാളിവിടെ ഉണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പൊ പെരുന്നാസ്കാരം കഴിഞ്ഞ് വരാം. ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇന്നത്തെ നമ്മളെന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ അല്ലേ? റെഡി ആയിട്ടില്ല, ഒരുങ്ങിയിട്ടില്ല, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ റെഡി ആയിട്ടില്ല. അല്ല, ഓല് കഴിഞ്ഞ പെരുന്നാളിനോട് സലാം പറയാൻ പോയിട്ട് നല്ല തിരക്കുണ്ടാക്കിക്കണേ. വാലേക്കും അസ്സലാം. അപ്പൊ മോന് അന്നോ പെരുന്നാൾ പോകും, ഞാൻ സലാം പറയട്ടെ എന്ന്. ഹായ്. ഇതൊരു കൊറിയൻ കുഞ്ഞിപ്പില്ലല്ലോ. ഒരു കുയ്യ കേറിക്കോളി. നമ്മുടെ നാട്ടില് ഇവിടെ രീതിക്കാ നടക്കുന്നുണ്ട്. ഇവിടെ ടർഫ് എന്ന് പറയും നമ്മള് കുറുകത്താണിയിലെ. പിന്നെ അതിന്റെ പുറമെ ഇവിടെ നമ്മുടെ കോയിച്ചന ജുമാ മസ്ജിദ് പുതുക്കി പണിഞ്ഞതിന്റെ അടുത്ത് ഇവിടെയുണ്ട് പെരുന്നാൾ നമസ്കാരം, മസ്ജിദ് നൂർ. അപ്പൊ നോമ്പ് വരവും പെട്ടെന്ന് തന്നെ, നമ്മുടെ ചെറിയ പെരുന്നാളൊക്കെ വരവൊക്കെ പെട്ടെന്നായി. അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ മഹല്ലില് കുറുക ജുമാ മസ്ജിദ്. നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ പള്ളിക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് അവിടെ പോയിട്ട് ഖുതുബ, അതുപോലെ തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പാന്റെ ഖബർ സിയാർത്തൊക്കെ ചെയ്ത് അതിന് ശേഷം നമ്മളെ പിന്നെ മോനുവിൻ്റെയും കുട്ടിമാൻ്റെ ഒക്കെ, അതായത് മാളുവിൻ്റെ വല്യമ്മാൻ്റെ ഒക്കെ ഖബറിലും വലിയ അള്ളിയൻ്റെ ഖബറിലൊക്കെ ജസ്റ്റ് ഒന്ന് സിയാർത്ത് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകാൻ. ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. അപ്പം നമ്മുടെ കുറുക ജുമാ മസ്ജിദ് എത്തി തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പം നമ്മൾ ഖുതുബക്ക് കയറാൻ പോകുന്നത് കേട്ടോ. സൈഡിലല്ലോ നമ്മുടെ മഹല്ല് കുറുക ജുമാ മസ്ജിദിലാണ് ഇപ്പം നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. ഇവിടെ ഒപ്പിക്കാൻ പറ്റുമോ? ഇവിടെ ഒപ്പിക്കാനോ? ആരടക്കാന്
الله أكبر الله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله سبحانه وتعالى നമ്മുടെ ഈ ഒരുമിച്ച് കൂടുന്ന സ്വാലിഹായ ഫലായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആത്മമായി സ്നേഹം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നൽകുകയാണ്. ഈദുക്കും മുബാറക്കുൻ, ഈദുക്കും സഈദ്, തഖബ്ബലല്ലാഹു. അത് അല്ലാഹുവിന്റെ അടുത്തും അങ്ങനെ തന്നെ ആക്കി തരുമാറാകട്ടെ. നമ്മളൊക്കെ അല്ലാഹു അമലുകൾ സ്വീകരിക്കപ്പെടും. യഥാർത്ഥത്തിൽ പെരുന്നാൾ അവർക്കുള്ളതാണ്. ആർക്കുള്ളതാണ്? റമദാനിനെ സജീവമാക്കിയവർ, ഇബാദത്തുകളെ കൊണ്ട്, രാത്രിയുള്ള നിസ്കാരങ്ങളെ കൊണ്ട്, ഖിയാമുൽ ലൈലുകളെ കൊണ്ട്, അതുപോലെ തന്നെ തൗബയുടെ, ദിക്റുടെ, തസ്ബീഹിന്റെ, സ്വലാത്തിന്റെ അത്തരം വചനങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ സമ്മാനം നേടിയവർക്കുള്ള യഥാർത്ഥത്തിന്റെ സമ്മാനത്തിന്റെ ദിവസമാണ് ഈ പെരുന്നാൾ സുദിനം. ഇന്ന് ഭൂമി ലോകത്തേക്ക് പെരുന്നാൾ ദിവസത്തിന് ഈദ് എന്നാണ് പേരെങ്കിൽ, ആകാശ ലോകത്തുള്ള മലായികത്തുകൾ ഇന്നത്തെ ദിവസത്തിന് പേര് വിളിക്കുന്നത് എന്തെന്നറിയുമോ? യൗമുൽ ജായിസ എന്നാണ്. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് الواحد المنان الذي هدانا نصر المستضعفين منهم في كل مكان وأن تجعل كيد أعداء الدين في نحورهم وأن ترد مكرهم عليهم إنك أنت القوي العزيز. يا منصور ഉടിച്ചില്ല. തീരാനാ ഈ ഭാഷ കൊടുന്നോ വേണ്ട ഇവിടെ ശരിപ്പെടാൻ ഒരു മിനിറ്റ്, ഒരു വീഡിയോക്കാരൻ ക്യാമറക്കാരൻ വന്നിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഉണ്ടായില്ല, രണ്ടാമത്തെ ആദ്യത്തെ വന്നല്ലോ. അപ്പൊ നമ്മുടെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമാടൻ ഷെരീഫ് സാഹിബ് ഇതാ പായസം കുടിക്കണേ. ഒരുപാട് വർഷത്തെ ഓർമ്മകളൊക്കെ ആയിട്ട് ഇന്ന് ഈദ് ആഘോഷിക്കണേ. മാസം കണ്ട അന്ന് മുതൽ നമ്മളെ മുസ്തഫ അതെ കട്ടക്ക് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതുപോലെ നമ്മുടെ ജാഫർ മുഹമ്മദ് സാഹിബ് ഇതവിടെ. അപ്പൊ ഞങ്ങള് പെരുന്നാൾ കുത്തുബ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉപ്പാന്റെ ഖബർ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ മാളൂന്റെ വല്യമ്മാന്റെയും വല്യപ്പാന്റെയും ഖബറുണ്ട് ചെറുസോല ജുമാ മസ്ജിദ്. അപ്പൊ അവിടെയും കൂടി ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം വലിയ പെങ്ങളെ ഭർത്താവ് കല്ലുവെട്ടുപാറ ജുമാ മസ്ജിദില് ആണ് അദ്ദേഹത്തെ മറവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനിൽ പോകാനുണ്ട്. അപ്പൊ ആദ്യം മാളന്റെ വല്യപ്പാന്റെയും വല്യമ്മാന്റെയും ഖബറിൽ ചെറുസോല ജുമാ മസ്ജിദിലേക്ക് പോവാണ്. പൊന്നോടല്ലേ? അപ്പോൾ നമ്മുടെ ഒരുപാട് പഴക്കമുള്ള ജുമാ മസ്ജിദാണ് നമ്മുടെ ചെറുസോല അരീക്കൽ ജുമാ മസ്ജിദ്. ഇവിടെയാണ് ഇപ്പോൾ വല്യപ്പയും വല്യമ്മയൊക്കെ, മാളൂൻ്റെ വല്യപ്പയും വല്യമ്മയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എന്തൊക്കെയോ ഒരു വ്യത്യസ്തങ്ങൾ, ഒരു പഴമകളുള്ള ഒരു ജുമാ മസ്ജിദ് തന്നെയാണ്.
അപ്പോൾ നമ്മളെ കല്ലവെട്ടുപാറ ജുമാ മസ്ജിദിലെത്തിൻ്റെ അടുത്തായിട്ട് ഇവിടെ അളിയൻ്റെ കബറങ്ങും കൂടി കയറിയിട്ട് പെങ്ങളെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറുക, വീട്ടിലേക്ക് പോവാം കേട്ടോ. അളിയെന്ന് വെച്ചാൽ വലിയ അളിയനെന്ന് വെച്ചാൽ ഒരു ഉപ്പാൻ്റെ സ്ഥാനമാണ്. എന്ന് വെച്ചാൽ ഇപ്പം മരിച്ചതിൻ്റെ ശേഷം ഞങ്ങളെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളായിട്ട് വിട്ട് പിരിഞ്ഞിട്ട് കുറേ ആയി. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ കവറും ഷെയർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ വലിയ പെങ്ങളെ വീട്ടിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയാണ്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വലിയ പെങ്ങളെ വീടിട്ടാണ്. ഒരുപാട് വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും അകത്ത് പണിയിലാവും, പോയോ കേട്ടാ. അപ്പോൾ പെങ്ങളെ വീട്ടിൽ പെങ്ങളെ മോളെ വീട്ടിലൊക്കെ കയറി പായസമൊക്കെ കുടിച്ച് അവിടെ ഒന്നും വീഡിയോ ഉൾപ്പെടുത്തിയില്ല. കാരണം അവരൊന്നും ഫ്രഷ് ആയിട്ടില്ല. സ്ത്രീകൾക്ക് പെട്ടെന്നൊന്നും പെരുന്നാൾ നമ്മളെ പോലെ തന്നെ അവർക്ക് പെട്ടെന്നൊന്നും റെഡി ആവാൻ പറ്റൂല. ഒരു വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുകയുള്ളൂ എല്ലാ സ്ത്രീകളും. അപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോ ഫുള്ളായി എടുത്തിട്ടില്ല. അപ്പം ഇനി നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബാക്കി നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇനി വീട്ടിൽ വെച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പോവാൻ നമുക്ക് വീട്ടിലേക്ക് പോട്ടാ. അപ്പോൾ പൊന്നോനും മോനോനും പടക്കം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പടക്കക്കടൻ്റെ അടുത്ത് നിർത്തിയതാണ്. ഇപ്പോൾ നമ്മളെ കുറുകത്താണിയിൽ ആഗ്രഹങ്ങളല്ലേ, പൊട്ടിക്കട്ടെ. നമുക്കൊന്നും പൊട്ടിക്കാനും പൈസ തരാൻ ആരുണ്ടായി, നമ്മൾ പൊട്ടിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെ കുട്ടികൾ പറ്റുന്നത് പൊട്ടിക്കട്ടെ. പൈസ ഒന്നും കേടെടുത്തൂല കേട്ടോ. കാരണം അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയാണ്ട് നാസാക്കൂല പടക്കമൊന്നും. ജസ്റ്റ് ആഗ്രഹമല്ലേ, അപ്പോൾ എന്നുള്ളവർക്ക് വാങ്ങണേ. ഈദ് മുബാറക്ക്. എങ്ങനെയുണ്ട് മാക്സി? ഇന്റെ സെലക്ഷനാണ് ഇതും ഈ മാക്സിയും രണ്ടും ഇന്റെ സെലക്ഷനാണ്. മോശമില്ലല്ലോ. ഇത് കാണിച്ചിട്ട് നമ്മൾ നിങ്ങളെ നല്ല ജസ്റ്റ് കാണിച്ചാണ്. അപ്പോൾ ഇവിടെ തകൃതിയായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിൽ നമ്മളെ സഹോദരിമാർ, നമ്മളെ ഭാര്യമാർ, നമ്മളെ ഉമ്മമാരൊക്കെ, നമ്മളെ ആണുങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങി അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ട് തകർത്ത് നടക്കുമ്പോഴും അവർ അടുക്കളയിൽ കിടന്നാണ് നിങ്ങൾ കണ്ടില്ലേ. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. പാവാണ്. അവർക്ക് വേണ്ടി നിങ്ങളെല്ലാം പ്രത്യേക ദുആ ചെയ്യണം. കാരണം അത് അങ്ങനെ തന്നെയാണ്. എന്താ ബിരിയാണി എനിക്കുള്ള റൈസൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണ്, മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണ്, ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ റെഡിയാക്കി വെച്ചിരിക്കണ്. ഓക്കെ, അപ്പം ഇനി ബാക്കി കാര്യങ്ങൾക്ക് ഇപ്പോൾ വരാം. അപ്പം നമ്മളെ മോളൂസ് ഇതാ അടിച്ച് പൊളിച്ച് തകർത്ത് വന്നിക്കണേ. എങ്ങനെയുണ്ട് പെരുന്നാള്? സൂപ്പർ അല്ലേ? മൈലാഞ്ചി നോക്കട്ടെ. ഇതുണ്ടായി സൂപ്പർ ആയിട്ട് കേട്ടാ. വളടാൻ പറ്റിയില്ല, വലിപ്പുണ്ടായില്ലോ. സാറിന് നമ്മൾ വാങ്ങണം കേട്ടാ. അപ്പൊ മാളൂർ എന്താ പണിന്ന് വെച്ചാല്, ഇത് ശർക്കര ഇടണേല് ശർക്കര പായസം. അത് ഈ പായസം എന്ന് വെച്ചാല് അതായത് എന്താണ് രണ്ടൈറ്റം പായസം ഉണ്ടാകാൻ കാരണം? അത് ഇമ്മ പാലിട്ട് കൂട്ടൂല, നമുക്ക് പാല് വെച്ചാൽ പറ്റൂല. അപ്പൊ ഞാന് തേങ്ങാപ്പാലിൽ ഒരു ലേശം ഒരു ഗ്ലാസ് പായസം അവർക്കൊരു സന്തോഷം. ശർക്കരയാണ്. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ പായസം കുടിച്ചുമ്പോഴേ പാവല്ലേ അമ്മാക്കില്ലാഞ്ഞാല്. നല്ല കാര്യം. അള്ളാഹു ഹൈറാക്കട്ടെ. മോനോ കുപ്പി വള കിരകിരകിരിഞ്ഞിടുന്നേ. ഞാനിതാ ഈ വള വാങ്ങുമ്പോളേ ഈ മാക്സ് എടുത്തിട്ടില്ല, ഈ ഷാൾ എടുത്തിട്ടില്ല. ഞാൻ ചിന്തിച്ച്, പക്ഷെ അതിക്ക് ജോഡിയായിട്ട് സാധനം കിട്ടിയിരുന്നു. ഞാൻ വെറുതെ കണ്ടപ്പോ വാങ്ങിയതാണ്. മാക്സിമം ഷോളക്ക് ജോഡിയായിട്ട് തന്നെ കിട്ടിയിരുന്നു. വള കിട്ടിയും ചെയ്ത്. ഈ വെള്ള കൈ ഇത് ഞാൻ ഇന്റതാണ് ഇങ്ങനെ ഉണ്ടാവും. ഈ എന്റെ മൈലാഞ്ചിതാ ഞാന് 4:30 മണിക്കാടാണ് കേട്ടോ. 4:30 അല്ല 3:45. അപ്പൊ ചോന്നിട്ടില്ല. ഇനിയിപ്പോ നാളെ മുമ്പ് ചോന്നോളൂ. നിങ്ങനെ സമയം കൂടുതൽ ചോന്ന് വരൂലേ? ഓർഗാനിക്കാണ്. അപ്പൊ പോയോട്ടെ, ഉമ്മാന്റെ അടുത്തേക്ക് പോകണേ അല്ലേ? പായസായിട്ടുള്ള പോണേ ഉമ്മാരത്തേക്കാ. മോനോ ഡോണ്ട് റിപ്പീറ്റ്.
ഇവിടെ എന്താ മക്കളെ ഇപ്പൊ കാണിച്ചു പടച്ച തമ്പുരാനെ. ഞാൻ ഈ പുതിയ ചെരുപ്പ് ഇടട്ടെ? ആ ഏത് ആ ലെതറിന്റെ ആയിക്കോട്ടെ, നല്ല സുഖം ഇടാന്. ഏതാണ് ഇതവിടെ വേറെ ചെരുപ്പ്? ഇതാ പുതിയ ചെരുപ്പ്. ഇതോ? ആ സുന്ദരിന്റെ ആണ്. ഇത് ഇടട്ടെന്ന് ചോദിച്ചു. ഇത് കാണിച്ചെടുത്താണ് ഈ ചെരുപ്പ്. ഇതാ സുന്ദരിക്കുട്ടിന്റെ ചെരുപ്പ്. ഇതാ ചെരുപ്പാണിത്. എങ്ങനെയുണ്ട്? ഉമ്മാൻ്റെ അടുത്തേക്ക് പോയതിന് ശേഷം ഉമ്മ കുളിക്കാൻ കയറിയ ബാത്റൂമിലാണ്. അപ്പോൾ പിന്നെ മാള് പായസം അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് കൊണ്ടുവരും. അല്ല എന്താ ഇപ്പൊ ഇന്നത്തെ വർക്കുകള്? അല്ല ഇതെന്താ സാധനം മോൾട്ടിയ? ഇതിന്റെ പേരെന്താ? ഒന്നുമില്ല, അത്രയും മടക്കോ? അതല്ല ഓനോട് ഞാൻ പറഞ്ഞേ ഒരു പേപ്പർ ഏഴിനെക്കാട്ടി എത്ര മടക്കാൻ പറ്റുന്നേ? എത്രയും മടക്കും പറഞ്ഞേ അല്ലേ? ഇതാരുണ്ടാക്കി ഈ ഇത് എന്ത് വിമാനാണ്? പെരയാണ്. ആ ശരിയാണ്, പെരയാണ്. ഞാൻ വിചാരിച്ചത് തോണി പോലെ തോന്നി. മാഷാ, ഇതുണ്ടെങ്കിൽ ഇവര് പടക്കൊക്കെ ഇവിടെ റെഡിയാക്കി പൂത്തിരി കിത്തിരി ഉള്ളതൊക്കെ കുറച്ച് കുറെ പൊട്ടിച്ച് കുറെ ബാക്കി ഇവിടെ ഇരിക്കണേ. പിന്നെ ഇവന്റെ പാന്റിന്റെ പേരെന്താ പൊന്നോ? സൂപ്പർ പഗ്ഗിയാണ് പൊന്നിട്ടുള്ള ഇതണ്ടിലകള്. സൂപ്പർ പഗ്ഗി പതിവ് പോലെ ചോറുള്ള ആളെത്തിക്കണ്. എന്നും കുറച്ചെന്തെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല. അതിനൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാവില്ല സാധാരണ. അത്ര വലിയ പണിയൊന്നും ഇല്ല. അത് എന്നാലും അങ്ങനല്ല. ഒരാൾ മെയിൻ എന്താ പറയാ, ഉറക്കപ്പിരാന്താണ്. വേറെ ഒന്നുമില്ല. ഒരാൾ മാത്രം ഇങ്ങനെ ആകുമ്പോ പണിന്റെ ഒന്നും പ്രശ്നമില്ല. ഉറക്കപ്പിരാന്താണ്. പണി വിഷയമല്ല, പക്ഷെ ഒരാൾ ഉണ്ടാവുമ്പോ ഒരു രസമാണ്. ഉണ്ടി പറഞ്ഞേ ഒന്ന് വൃത്തിയിലെങ്കിലും ചെയ്തില്ലെങ്കിലും ഒരാൾ ഒറ്റക്കാവുമ്പോഴേ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കഴിച്ചു നോക്കട്ടെ എങ്ങനെയാന്നുള്ളത്. അടിപൊളിയായിട്ട് കാണാൻ നല്ല സൂപ്പർ മസാലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ വിളമ്പ് വേണേ നമ്മുടെ പെരുന്നാളിന്റെ ചോറ് കുട്ടിമോനെ ഒക്കെ അവിടെ കമ്പനി കൂടി ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. ഈ പെരിയിൽ ഇങ്ങനെ ഇരിക്കണാണ് നല്ലത്. സ്നേഹിതന്മാരൊപ്പം നടത്തും ഫോട്ടോ എടുക്കലും ഒക്കെ കൂടിയാണ്. ഉള്ളിക്ക് നല്ല കുപ്പായിട്ട് വന്നിക്കണെന്ന് തോന്നുന്നു. പെരുന്നാളായിട്ടേ ഉള്ളിക്ക് നല്ല കുപ്പായിട്ട് വന്നിക്കണോന്. ആ 2-ാം തീയതി. ഇത് കുഴപ്പല്ലേ? അപ്പൊ എന്തൊക്കെ നിങ്ങളൊക്കെ കഴിച്ചാ? നിങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. എന്തൊക്കെയാണ് പെരുന്നാൾ ഫുഡ് ഉണ്ടാക്കിയത്? നോമ്പ് വരുന്നതും പോണെന്നും അറിഞ്ഞില്ല. അവരെ സ്പീഡില് അറ്റ പോക്കാണ്. 3 ദിവസത്തെ നോമ്പ്. ഒരു എന്താ പറയാ 30 ദിവസം എന്നുള്ള 3 ദിവസം പോലെ പോയി. മക്കള് വരുന്നുണ്ട്. ഇതൊരു കൊറിയൻ വരുന്നുണ്ട്. ഇത് പിന്നെ നാടനാണ്. ഇത് കൊറിയനും ഇത് നാടനുമാണ്. മാണ്ടല്ല കുപ്പി വരാ? അല്ല, ബീഫ് ഫ്രൈ. ഇരിക്കും. എന്നും പറയണ പൊന്നോ അവിടെ ഇരിക്ക. ഷർട്ട് വേണം. അപ്പൊ ഇന്നത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ കാണിച്ചാണ്. പായസം, ബീഫ് ഫ്രൈ, ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ അല്ലെ ചിക്കൻ ബിരിയാണി, ബീഫ് ഫ്രൈ. അപ്പൊ വേറെ ഏതെങ്കിലും ബിരിയാണി വിചാരിച്ചൂടെ? രണ്ടൊരു ബിരിയാണി തന്നെയാണ്. 2 ഐറ്റം ബിരിയാണി ഒന്നുമില്ല. 2 വിളമ്പിയതാണ്. ഇന്നിരുന്നോ? ചിക്കൻ ബിരിയാണി ബീഫ് പൊരിച്ചത്. അതല്ലേ ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ? അത് അതിന്റെ തലേന്ന് അറിയുന്നു. അപ്പൊ തന്നെ ഓൻ പറഞ്ഞ ആൾക്കാര് പള്ളിക്ക് എന്തൊക്കെ കേട്ടിട്ട് ഇറങ്ങോളുണ്ടാവുള്ളൂ. ചിരിച്ചൊന്നല്ല. ഞാൻ വിളമ്പപ്പോ പറഞ്ഞ പോലെ തന്നെ അല്ല കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി മസാലയാണ്.
അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അതും കൂടി ഇടണം, നാളെ ബിരിയാണി രസം ഉണ്ടാവുള്ളൂ. എല്ലാം കേൾക്കണോ? അപ്പോൾ ഞാൻ ഫോണിൽ വെക്കാൻ പോകുന്നു. അപ്പം എന്താ പറയാനുള്ളത് ഈ പെരുന്നാളിനോട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. അൽഹംദുലില്ലാ, അടിപൊളി. അപ്പോൾ അൽഹംദുലില്ലാ ഹൈറാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി, എന്തൊക്കെ വിവരമൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ പോകുന്നത്? ടൂർ പോകണ്ട അല്ലേ? പോണം. അല്ല ഞങ്ങൾ പോകണ്ടേ? ഒക്കെ വിവരം അറിയിക്കൊണ്ട് എന്തൊക്കെ വിവരം എന്നൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം. എല്ലാവർക്കും ബൈ. ബൈ ബൈ.